ജമ്മു കാശ്മീരിൻ്റെ സമഗ്രമായ മാറ്റം അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇപ്പം അമിത്ഷാ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി ഐസൻ ജോസ് കൂടി ചെയ്യുന്നുണ്ട്. ഐസൻ, ഈ അമിത്ഷാ ഇന്നലെ പറഞ്ഞ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി പരിശോധിച്ചാൽ ഈ ആർട്ടിക്കിൾ 370 അവിടെ നിന്ന് പിൻവലിച്ചതിന് ശേഷം ജമ്മു കാശ്മീരിൽ ക്രമസമാധാന നില സാധാരണഗതിയിലേക്ക് എത്തുന്നു. അവിടെ ഭീകരവാദികളും സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അത് 70% കുറവുണ്ടാകുന്നു. സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, ഭീകരാക്രമണങ്ങൾ അതിൽ കാര്യമായ കുറവുണ്ട്. അങ്ങനെ മറ്റൊരു സംസ്ഥാനത്തെ പോലെ സാധാരണഗതിയിലേക്ക് ജമ്മു കാശ്മീർ വളരെ വേഗം എത്തുന്നു. അത് ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് ശേഷം വലിയൊരു മാറ്റം ഈ കാര്യത്തിലൊക്കെ വിഘടനവാദ പ്രവർത്തനങ്ങളാണെങ്കിലും തീവ്രവാദ ആക്രമണങ്ങളാണെങ്കിലും ഒക്കെ വലിയ മാറ്റം, വലിയ കുറവ് അവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ സാധാരണഗതിയിലേക്ക് ജമ്മു കാശ്മീർ മാറുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ തിരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കും. ഒപ്പം സുരക്ഷാ സേനയ്ക്ക് നൽകിയിരിക്കുന്ന പ്രത്യേക അധികാരം കൂടി പിൻവലിക്കുന്ന കാര്യം പരിശോധിക്കുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഐസൻ, തീർച്ചയായും ഉമേഷ്, നമുക്കറിയാവുന്നതാണ് ആർട്ടിക്കിൾ 370 ഈ അടുത്ത ദിവസങ്ങളിലാണ് സുപ്രീം കോടതി ആർട്ടിക്കിൾ 370 ഇല്ലാതാക്കിയത്, അല്ലെങ്കിൽ ആ അനുച്ഛേദത്തിൻ്റെ പ്രാധാന്യം ഇല്ലാതാക്കിയ നടപടിയെ അംഗീകരിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയെല്ലാം തന്നെ ഉണ്ടായത്. ഈ ആർട്ടിക്കിൾ 370 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക പദവി കാശ്മീരിന് നൽകുന്നതാണ്. കാരണം ഭാരതത്തിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്കെല്ലാം ഇല്ലാത്ത ചില പ്രത്യേക പദവികൾ, അതായത് കുറേ കൂടെ സാങ്കേതികമായി പറഞ്ഞാൽ ഭാരത സർക്കാരിനെ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിനെ അവിടെയുള്ള അധികാരം, റെയിൽവേ, പ്രതിരോധം, വാർത്താവിനിമയം എന്നീ രംഗങ്ങളിൽ മാത്രമായി ചുരുങ്ങിയ ഒരു പശ്ചാത്തലമായിരുന്നു ആർട്ടിക്കിൾ 370യുടെ ആ ഒരു സ്വഭാവമായിരുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കേണ്ട അനിവാര്യമായ ഘടകങ്ങൾ മാത്രം അവിടെ നിയന്ത്രിക്കുക എന്നൊരു സാഹചര്യമായിരുന്നു. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് 2 പ്രധാനമന്ത്രിമാർ പോലും ഉണ്ടായിരുന്നൊരു സാഹചര്യം വരെ, 71 മുതൽ വരെ പ്രധാനമന്ത്രിമാർ വരെ ഉണ്ടായിരുന്നൊരു സാഹചര്യം വരെ ഈ രാജ്യത്ത് നിലനിന്നത് ഈ ആർട്ടിക്കിൾ 370ൻ്റെ പശ്ചാത്തലത്തിലാണ്. ഈ 370 ആർട്ടിക്കിൾ നിലനിന്നിരുന്നത് കൊണ്ടാണ് കാശ്മീർ എന്ന സംസ്ഥാനം, അല്ലെങ്കിൽ അത് കൃത്യമായി അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിച്ചിരുന്നത് എന്നൊരു തരത്തിലുള്ള നിലപാടുകളുടെ, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ളൊരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും അത് ഇല്ലാതാക്കിയതോടുകൂടി ഉണ്ടായ നേട്ടങ്ങളെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുകയാണ് അമിത്ഷായുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഈ സിവിലിയൻ ഡെത്ത്, അതായത് തീവ്രവാദാക്രമണങ്ങളും സ്വാഭാവികമായും CRPFൻ്റെയും പാരാമിലിറ്ററിയുടെയും അതുപോലെ തന്നെ മിലിറ്ററിയുടെയും തന്നെ ചില നടപടികളുടെ ഭാഗമായി നിരവധി മരണങ്ങൾ സ്വാഭാവികമായും സംഭവിക്കാറുണ്ടായിരുന്നു. അതിൽ ഈ സിവിലിയൻ ഡെത്ത് ടോൾ, അതായത് സാധാരണ സാധാരണ പൗരന്മാർ മരിക്കുന്നത് 70% ആർട്ടിക്കിൾ 370 അബ്രഗേഷന് തുടർന്ന് ഉണ്ടായി. അതായത് 70%-ലേറെ കുറവുണ്ടായി എന്ന് വളരെ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നു. അതുപോലെ തന്നെ ഏറ്റുമുട്ടലുകളുടെ എണ്ണം, സൈന്യവും തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടൽ എല്ലാ ദിവസവും വാർത്തയാകുന്ന ഒരു സാഹചര്യമായിരുന്നു. 1-2 ഏറ്റുമുട്ടലുകളില്ലാത്ത ദിവസങ്ങളില്ല കാശ്മീർ പ്രദേശങ്ങളിൽ. CRPFുമായും അതുപോലെ തന്നെ മറ്റു അർദ്ധസൈനിക വിഭാഗങ്ങളുമായും തുടർച്ചയായി ഏറ്റുമുട്ടലുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളിലും 60%-ലേറെ കുറവ് വന്നു എന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയത്. അതായത് ക്രമസമാധാന പാലനത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായൊരു കുറവ് തീവ്രവാദാക്രമണങ്ങളിലും മറ്റും ഉണ്ടായിരിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യമായിരുന്നു. അത് ഈ സ്പെഷ്യൽ സ്റ്റാറ്റസ്, അതായത് പ്രത്യേക പദവി കാശ്മീരിന് നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം നിലനിന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നത്തെ അതില്ലാതാക്കിയപ്പോൾ പരിഹരിക്കാൻ സാധിച്ചു എന്ന് വളരെ കൃത്യമായി തെളിയിക്കുന്ന കണക്കുകളാണ് അമിത്ഷാ നിരത്തിയത്. ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമുക്കറിയാവുന്നതാണ് ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് എന്ന് പറയുന്ന AFSPA ആക്ട്, പ്രത്യേക സൈനികാധികാര നിയമമെല്ലാം തന്നെ പിൻവലിക്കുന്ന കാര്യം ആലോചിക്കുക. അതുപോലെ തന്നെ കാശ്മീർ പോലീസിനെ മറ്റു രാജ്യങ്ങളിലുള്ളതുപോലെ തന്നെ, മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതുപോലെ തന്നെ, കേരളത്തിലായാലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതുപോലെ അതാത് സംസ്ഥാനങ്ങളുടെ ക്രമസമാധാന ചുമതല ഏറ്റെടുക്കേണ്ടതും അത് നിർവഹിക്കേണ്ടതും അവിടുത്തെ പോലീസാണ്. ആ പോലീസിനെ ഏൽപ്പിക്കുക എന്നൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ ആലോചിക്കുക. അതായത് ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ടിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കാശ്മീരിൽ നിന്നും ഇല്ലാതാക്കുക, അത് ഡീനോട്ടിഫൈ ചെയ്യുക എന്ന നീക്കത്തിലേക്ക് കൂടി പോകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും കാശ്മീർ കേരളം പോലെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ പോലെ, ഭാരതത്തിലെ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനം പോലെ ഒരു സംസ്ഥാനമായി മാറുന്നു. പ്രത്യേക പദവികളൊന്നും ഇല്ലാത്ത ഒന്ന് തുടരണം. ഇപ്പോൾ പ്രഭാകരൻ പാലേരി, കോസ്റ്റ് ഗാർഡ് മുൻ മേധാവി കൂടി നമ്മളൊപ്പം വിഷയത്തിൽ പ്രതികരിക്കാൻ ചെയ്യുന്നു. ശ്രീ പ്രഭാകരൻ പാലേരി, താങ്കൾ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജമ്മു കാശ്മീരിൽ ഒരു സാധാരണ നിലയിലേക്ക് ഭാരതത്തിൻ്റെ മറ്റേതൊരു സംസ്ഥാനത്തെയും പോലെ സാധാരണഗതിയിലേക്ക് മാറുന്നു. അവിടെ ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് ശേഷം അവിടെ ഭീകരാക്രമണത്തിൻ്റെ തോത് കുറയുന്നു, സാധാരണക്കാർക്ക് നേരെയുള്ള ഭീകരവാദികളുടെ അറ്റാക്ക് കുറയുന്നു, സൈന്യവും ഭീകരവാദികളും തമ്മിലുള്ള ആക്രമണങ്ങൾ കുറയുന്നു, ഏറ്റുമുട്ടലുകൾ കുറയുന്നു. ഈ കണക്കുകളൊക്കെ നിർത്തിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് സെപ്റ്റംബറിലേക്ക് ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കും. അവിടുത്തെ സൈന്യത്തിൻ്റെ പ്രത്യേക അധികാരമൊക്കെ പിൻവലിച്ചുകൊണ്ട് ക്രമസമാധാന സുരക്ഷയുടെ ചുമതല ജമ്മു കാശ്മീർ പോലീസിനെ തന്നെ ഏൽപ്പിക്കുമെന്ന സുപ്രധാനമായ ചില നിലപാടുകൾ അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായി. ശ്രീ പ്രഭാകരൻ പാലേരി. അതെ, അത് ശരിയാണ്. ഗവൺമെന്റിന്റെ നിരീക്ഷണത്തിൽ ഇപ്പോൾ ജമ്മു കാശ്മീരിലെ എല്ലാ തരത്തിലുമുള്ള സമാധാനമുണ്ട്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ മാതിരിയോ ബാക്കിയുള്ള യൂണിയൻ ടെറിട്ടറീസ് മാതിരിയോ ജമ്മു കാശ്മീർ ആയിക്കഴിഞ്ഞു. അല്ലെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ പണ്ട് തന്നെ അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ കയറി കുറച്ചു
കുറച്ച് പേർ, പ്രത്യേകിച്ചും പുറം ലോകത്തിലുള്ള പല രാജ്യങ്ങളും അത് നമുക്കെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അവരെ ഒന്ന് അടിച്ച് മാറ്റി എന്ന് പറയാം, ഒന്ന് ക്ലീൻ ചെയ്തു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് രണ്ടാമതും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതൊക്കെ നമ്മുടെ വരാൻ പോകുന്ന ഇലക്ഷൻ റിസൾട്ട് അനുസരിച്ചിരിക്കും. അതേ സമയം തന്നെ 67ഓളം രാജ്യങ്ങളിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. 2024 ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലും വരും. ഇതൊക്കെ ഇതിനെ ബാധിക്കാം. പക്ഷെ ഇപ്പോഴത്തെ നില വെച്ച് നോക്കുകയാണെങ്കിൽ ആഭ്യന്തര മന്ത്രി പറഞ്ഞത് വളരെ ശരിയാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടതും. അവിടെ പട്ടാളത്തെ പിൻവലിച്ച് പോലീസിനെ ഏൽപ്പിക്കണം ഭരണം. അത് അല്ലെങ്കിലും പോലീസ് അതിലൊക്കെ ജാഗരൂകതയായിട്ട് ഇരിക്കുന്നവരാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവിടെയുള്ള ഈ വൃത്തികേടുകൾ നമ്മൾ മാറ്റിക്കഴിഞ്ഞു. താൽക്കാലികമാണോ അല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ലഡാക്കിന് തന്നെ പ്രത്യേക സംസ്ഥാന പദവി വേണമെന്ന് വാങ്ചുക് പറയുന്നുണ്ട്. അദ്ദേഹം നിരാഹാര സമരത്തിലാണ്. അതുകൊണ്ടൊന്നും വലിയ പ്രശ്നങ്ങൾ വരുന്നതായി കാണുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ഗവൺമെന്റിന് ഇത് നടത്തിക്കൊണ്ടുപോകുവാൻ സാധിക്കും, അതിന് അവർക്കുള്ള സമയം ലഭിക്കുകയാണെങ്കിൽ. കശ്മീർ അല്ലെങ്കിലും പണ്ടു മുതൽ തന്നെ ഭാരതത്തിന്റെ ഭാഗമാണ്. എന്തിന് പാകിസ്ഥാൻ അധീനതയിലുള്ള കശ്മീർ എന്ന് പറയുന്നത് നിയമസാധുതയില്ലാത്ത ഒരു സംഭവമാണ്. കാരണം അന്നുണ്ടായ യുദ്ധത്തിൽ 2 രാജ്യങ്ങളും പാകിസ്ഥാനും ഇന്ത്യയും നിയന്ത്രിച്ചിരുന്നത് ബ്രിട്ടീഷ് സീനിയർ ഓഫീസേഴ്സ് ആണ്. ഇത് എന്റെ പ്രത്യേക തരത്തിലുള്ള ഒരു അഭിപ്രായമാണ്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും ആദ്യമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ അതിന്റെ തലപ്പത്തിരുന്നവർ ബ്രിട്ടീഷുകാരായിരുന്നു. ഏറ്റവും അപ്പൊ ഒരേ 2 രാജ്യങ്ങൾ തമ്മിൽ അത് യുദ്ധമായിട്ട് ഞാൻ കാണുന്നില്ല. അത് ഒരു രാജ്യത്തിന്റെ കീഴിലുള്ള 2 പ്രത്യേക വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ കാശ്മീരിൽ പല തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് സമാധാനത്തിലേക്ക് പോകുന്ന വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ആഭ്യന്തര കാര്യാലയം അതിന്റെ വാസ്തവികത മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മെല്ലെ മുന്നോട്ട് പോകുന്നുണ്ട്. കാശ്മീരിലെ പോലീസുകാർ വളരെ നല്ലവരാണ്. അവർക്കൊന്നും അതിലെ ക്രമസമാധാനങ്ങൾ തടയാനുള്ള എല്ലാ സംഭവങ്ങളും അവർക്ക് ദൂരീകരിക്കാൻ സാധിക്കും, അവർക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതിലുള്ള വിശ്വാസം എനിക്കുണ്ട്. കാരണം എനിക്കും അവരെ പറ്റി കുറെയൊക്കെ അറിയാം, അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാം. അതിൽ കൂടെ ഞാൻ പറയുകയാണ്. പക്ഷെ എന്ത് തന്നെയായാലും ഇത് എന്റെ മാത്രം അഭിപ്രായമാണ്. അത് വരാൻ പോകുന്ന നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷെ അത് തന്നെയാണ് ഇപ്പോൾ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കാര്യമായിട്ടുള്ള ഒരു തീരുമാനം. യെസ്, വളരെയധികം നന്ദി ശ്രീ പ്രഭാരം പാലേരി.